കണ്ണൂർ വെള്ളൂർ കിഴക്കുംപാട്ടെ അജിത് ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മെയ് 29-നാണ് അജിത് ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. ജനകീയ കർമ്മസമിതി പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മരണത്തിന്റെ ദുരൂഹത നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മെയ് 29-നാണ് കിഴക്കുംപാട് നാഗത്തിൻമൂല കാങ്കോലിൽ തോട്ടിൻകരയിലെ മരക്കൊമ്പിൽ അജിത് ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത്. പെരിങ്ങോം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും കേസിൽ പുരോഗതിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിനെ തുടർന്നാണ് ജനകീയ കർമ്മസമിതി പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അജിത് ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം കാര്യക്ഷമമാകണമെന്നും മരണത്തിന് മുന്നേ ഉണ്ടായ സംഭവങ്ങളിലും അന്വേഷണം വേണമെന്നും മുൻ MLA C. കൃഷ്ണൻ പറഞ്ഞു. എന്താണ് സംഭവം എന്നുള്ളത് നാട്ടുകാർക്ക് വിധി കൽപ്പിച്ച് ശിക്ഷ വിധിക്കാനൊന്നും സാധിക്കില്ല. ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് അതിന് നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തണം. മരണത്തിന് മുന്നേ അജിത്തിനെ ചിലർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിന്റെ ചില വീഡിയോകളും പുറത്തു വന്നു. ഭാര്യയും 2 മക്കളും ഉൾപ്പെടുന്ന നിർധന കുടുംബമാണ് അജിത് ബാബുവിന്റേത്. കുടുംബത്തിന് നീതി ലഭ്യമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കണ്ണൂർ.